അങ്ങനെ എൻ്റെ ജർമ്മൻ ഇന്ന് ഭക്ഷണം കഴിക്കാൻ വന്നു കേട്ടോ. അപ്പോൾ രാവിലെ വന്നവൻ ധൃതി ഭക്ഷണം കഴിക്കുകയാണ്. ടൈഗുന് ഭക്ഷണം വേണ്ട, അവനെന്തോ കൃമികടിയാണ്, എന്തോ കുഴപ്പമുണ്ട്, ഭയങ്കര കരച്ചിലാണ്. ഇവൻ തിന്നുന്ന കണ്ടിട്ട് അവനൊട്ട് സഹിക്കുന്നുമില്ല. എന്തോ ചെയ്യാനാ, അവനങ്ങ് കൂവിച്ചോട് കൂവിച്ച. അപ്പോൾ അപ്പുറത്ത് കണ്ട് കിറ്റിയും പിള്ളേരും ചോറും മീനും ഒക്കെ കഴിക്കുന്നുണ്ട്. കിറ്റി നല്ല സ്പീഡിലിരുന്ന് കഴിക്കുക കേട്ടോ. പിള്ളേർ കഴിച്ചിട്ട് മാറിയേ. അപ്പോഴേക്കും നമ്മുടെ ജർമ്മൻ അപ്പുറം നിന്ന് കഴിക്കുന്നതൊന്നും കിറ്റി അറിയുന്നില്ല. കിറ്റി മത്തി കണ്ടു കഴിഞ്ഞാൽ പിന്നെ കിറ്റിക്ക് യാതൊരു ബോധവുമില്ല കേട്ടോ. പണ്ട് ടൈഗുനാണെങ്കിൽ ഭയങ്കര വിഷമം. എന്തോ പിന്നെ കാർച്ചയെന്നറിയാം ഇവൻ നിന്ന് കഴിക്കുന്നത് കണ്ടിട്ട് അവനൊട്ട് സഹിക്കുന്നുമില്ല, അവനൊട്ട് കഴിക്കാനും പറ്റുന്നില്ല. എന്താണെന്നറിയത്തില്ല. ഇനി മരുന്നെന്തെങ്കിലും കൊടുക്കണം. ജർമ്മന് പേടിച്ച് നിന്നാണ് നോക്കുന്നത്. ജർമ്മൻ പതിയെ പോവുകയാണേ. കാരണം എന്താണെന്നറിയുമോ, 2 കുരുട്ടുകൾ വരുന്നുണ്ട്. ഈ കുരുട്ടുകൾ ഇവിടെ നോക്കിയിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ, അവനെ ഓടിക്കാൻ വേണ്ടി ഇരിക്കുക. ഇപ്പം കണ്ടോണം കേട്ടോ. അവർ പതിയെ അങ്ങ് വരും. ജർമ്മൻ അങ്ങ് പോയി. ജർമ്മൻ പോയി. അപ്പം ഞാൻ ജർമ്മനെ വിളിച്ചു വരാൻ പറഞ്ഞു. അവന് പതിയെ അങ്ങ് പോവുക. അവന് പേടിയുണ്ടേ. കിറ്റി എപ്പോഴാണ് പോരാളി വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അവനിങ്ങനെ മാറിയൊക്കെ അവിടെ നിന്നു. അത് കഴിഞ്ഞപ്പോൾ എന്താ എൻ്റെ കുരുപ്പ് കണ്ടോ, ലൂക്കിയായും നോക്കിയായും അവർ വന്ന് തിന്നുക. ജർമ്മൻ അതിൻ്റെ അകത്ത് ഇറച്ചിയെല്ലാം തിന്നിട്ട് പോയി കേട്ടോ. എല്ലുമൊക്കെ തിന്നിട്ട് പോയി. നമ്മുടെ ലൂക്കിയായും നോക്കിയായും വന്ന് അതിൽ നിന്ന് കഴിക്കുക. ഇവരും മോശമൊന്നുമല്ല കേട്ടോ. ഇവരും ഇപ്പോൾ അമ്മ കാണിക്കുന്ന പോലെ തന്നെ ജർമ്മനെ ഇട്ട് കൊടുക്കാൻ നോക്കും. ജർമ്മൻ ഇവരെയും കൂടെ പേടിയാണ്. കാരണം ഇവർ വന്നു കഴിഞ്ഞാൽ ജർമ്മൻ ഒന്ന് ദേഷ്യപ്പെടും, പക്ഷേ ശരിയാകത്തില്ലല്ലോ. അതുകൊണ്ട് കിറ്റി കഴിച്ച് കഴിഞ്ഞിട്ടേ ഇല്ല. കിറ്റി ഇപ്പോഴും ഇരുന്നങ്ങ് കഴിക്കുക കേട്ടോ. ടൈഗുന് ജർമ്മൻ വരാതിരിക്കുമ്പം വിഷമമുണ്ടേ. പിന്നെ ജർമ്മൻ ഞാൻ വന്ന് നോക്കുമ്പോൾ അവൻ്റെ സൺ ബാത്തിങ്ങിലാണ് കേട്ടോ. നല്ല വെയിലൊക്കെ കൊള്ളുക, കൈയൊക്കെ കെട്ടിക്കിടന്ന് നല്ല ആയിട്ട് ഇരിക്കുന്നത് കണ്ടോ ജർമ്മൻ. ഞാൻ ജർമ്മൻ വിളിച്ചു ചോദിച്ചാൽ അങ്ങൊക്കെ വന്ന് കിടന്നു പാവം കേട്ടോ. അവനിങ്ങനെ അപ്പോഴത്തേക്ക് നമ്മുടെ പോരാളി വന്നു കേട്ടോ. നമ്മുടെ പോരാളി കിറ്റി ഇങ്ങനെ വന്നു. ജർമ്മൻ അവൻ്റെ സ്റ്റാൻഡ് വിടാൻ പോവുകയാണ്. ഇങ്ങനെ നോക്കി നിൽക്കുക. ഇവളെ എപ്പോഴാണ് മാറുന്നതെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. അവളിവിടെ തൂത്ത് തുടച്ച് നല്ല മിനുക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ജർമ്മൻ്റെ ശ്രദ്ധ മുഴുവൻ ഇവളിലാണ്. ഇവള് എപ്പോഴാണ് അവൻ്റെ പിന്നാലെ ഓടി വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. അതിന് നോക്കിയിരിക്കുവാണേ. അവളും വെയിൽ കൊള്ളുക. ഇത്തിരി കഴിഞ്ഞപ്പോൾ എന്താണ്ട കിറ്റി വരുന്നില്ലെന്ന് മനസ്സിലായപ്പം അവൾ തൂത്തും തുടച്ചൊക്കെ ഇരിക്കുവാണല്ലോ. ആയപ്പം നമ്മുടെ ജർമ്മൻ അവിടെ പതിയെ അങ്ങ് കിടന്നു. ഓടാൻ ഭാഗത്തിന് ഗേറ്റിൻ്റെ അടുത്ത് കിടന്നു കേട്ടോ. കിടക്കുവാണേ. കിറ്റിയെ നോക്കിയാ കിടക്കണേ. കിറ്റിയെ എപ്പോഴും അവിടെ നിന്ന് മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അപ്പം ചാടി പോകാനായിട്ട്. എൻ്റെ കിറ്റി ഇവിടെ തൂത്തുമിനുക്കി കുളിച്ച് റെഡിയാവുക കേട്ടോ. ജർമ്മന് ആണെങ്കിൽ ഇങ്ങനെ ഇവളെ നോക്കി കിടക്കുക. ഇവളിടയ്ക്ക് തൂത്ത് തുടയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് ജർമ്മനെ നോക്കുന്നുണ്ട്. കാരണം അവിടെ പിള്ളേരെ മെഡോസിൽ കിടന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. മത്തിയും ചോറൊക്കെ കഴിച്ചിട്ടേ. മെഡോസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഗാർഡനിൽ അവിടെയാണ് അവരുടെ പരിപാടി മൊത്തം. അപ്പം ഞാനിവളെ ഹിറ്റാച്ചി എന്ന് വിളിക്കും കേട്ടോ. ഹിറ്റാച്ചി പോരാളിയല്ലയോ. അവളെ നോക്കി തൂത്ത് മുഖത്തൊക്കെ തുടച്ച് കഴിഞ്ഞ് ജർമ്മൻ ഇവളെ തന്നെ നോക്കിയിരിക്കും. ഇവളെപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ വൃത്തിയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഞാനിങ്ങനെ പൂക്കളുടെയൊക്കെ പടം എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേനുണ്ടല്ലോ ജർമ്മനെ വിളിച്ചു. എടാ ബാടാ ജർമ്മൻ എന്ന് പറയാം. ജർമ്മൻ അപ്പം എൻ്റെ അടുത്തോട്ട് കുടുങ്ങി വന്നു കേട്ടോ. വന്നപ്പോഴത്തേനും എവിടെ നിന്നാണോ കിറ്റി ചാടി ഇങ്ങനെ വന്നില്ലേ. ജർമ്മൻ കണ്ടം വഴി ഓടിയെന്ന് പറഞ്ഞാൽ മതി. ജർമ്മൻ ഓടി ഇതൊക്കെ ഇവിടെ ഒക്കെ കണ്ടോ. അവിടെ വാലൊക്കെ ഇട്ടാട്ടി നിൽക്കുന്നത് കണ്ടോ. അവിടെ കണ്ടൊക്കെ പറയുന്നുണ്ട് എന്നെ ആയിരിക്കും ചീത്ത വിളിക്കുന്നത്. ഞാൻ എന്നിട്ട് ജർമ്മനോട് പറഞ്ഞടാ വാടാ നിൽക്കടാന്നൊക്കെ പറഞ്ഞിട്ടേ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പിള്ളേരുടെ അനക്കൊന്നും കേൾക്കുന്നില്ല. ഞാനും ഗേറ്റിൻ്റെ അടുത്തോട്ട് അവിടെ ദാണ്ട് പിള്ളേർ രണ്ടും ദാണ്ട് ചാടി ഓടിക്കുക. അപ്പം എൻ്റെ പാവൻ ജർമ്മൻ ദാ പോന്നു. കണ്ടം വഴി ഓടിയെന്ന് പറഞ്ഞ പോലെ അവൻ റോഡ് വഴി ദാണ്ട് ഓടിപ്പോന്നു, തിരിഞ്ഞു നോക്കാതെ. ഒരാളിയായി എൻ്റെ കിറ്റാച്ചി ദാ നോക്കി നിൽക്കുന്നു.
എൻ്റെ ദൈവമേ. ഓ, ഭയങ്കര രസം തന്നെ കേട്ടോ ഇവരുടെ കാര്യങ്ങൾ. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.